സ്വകാര്യ ചാനലിനെതിരെ നടപടിക്കൊരുങ്ങി ഡിവൈഎസ്പി വി ബെന്നി. ചാനലിൽ വന്ന വാർത്തയിൽ തനിക്കെതിരെ ഗൂഢാലോചന നടന്നിട്ടുണ്ടെന്ന് കാട്ടി മുഖ്യമന്ത്രിക്കും ഡിജിപിക്കും പരാതി നൽകി. വാർത്ത 3 ദിവസത്തിനകം നീക്കം ചെയ്യണമെന്ന് ആവശ്യപ്പെട്ട് ചാനലിന് കത്ത് നൽകിയിട്ടുണ്ട്. നീക്കം ചെയ്യാത്ത പക്ഷം കടുത്ത നടപടിയുമായി മുന്നോട്ട് പോകുമെന്നും വി ബെന്നി പറഞ്ഞു. ഈ പറഞ്ഞിരിക്കുന്ന സാധനങ്ങളൊക്കെ മാറ്റണം എന്ന് പറഞ്ഞേക്കണം. 3 ദിവസം കഴിഞ്ഞ് അത് മാറ്റുന്നില്ല എന്ന് പറഞ്ഞാലാണ് ഇത് ബ്രോഡ്കാസ്റ്റിംഗ് കോർപ്പറേഷനും അതുപോലെ തന്നെ ഇവരുടെ മന്ത്രാലയത്തിനും വാർത്താവിതരണ മന്ത്രാലയത്തിനും പരാതി കൊടുക്കാവുന്നത്. ഗൂഢാലോചനയുണ്ടെന്നുള്ളത് എല്ലാവരോടും ഞാൻ പറഞ്ഞിട്ടുണ്ട്. എസ്പിക്ക് കൊടുത്ത സമ്മതിക്കുന്നുണ്ട്, ഡിജിപിക്ക് കൊടുത്തതിനും മുഖ്യമന്ത്രിക്ക് കൊടുത്തതിനകത്തും ഗൂഢാലോചന എന്ന് പറഞ്ഞിട്ടുണ്ട്. ആരൊക്കെയാണെന്ന് ഞാൻ പറയുന്നില്ല, അത് അന്വേഷിച്ച് കണ്ടെത്തട്ടെ. ഗൂഢാലോചന നിർബന്ധമായിട്ടും ഉണ്ട് അതിനകത്ത്, അല്ലാതെ ഇങ്ങനെ സംഭവിക്കില്ല. എന്തും പറയാമെന്നുള്ള രീതിയിലേക്ക് വന്നു കഴിഞ്ഞാൽ അതൊരു ശരിയായ നടപടിയല്ല. സമാധാനം എന്താണെന്ന് കണ്ടിട്ട് ഏതായാലും നിർത്താൻ പറ്റുള്ളൂ. ഒരു സ്ത്രീ എന്തെങ്കിലും ഒരു കാര്യം പറയുക, അതിനകത്ത് ഒരു വെരിഫിക്കേഷൻ, നിങ്ങളുടെ ഈ പറഞ്ഞിരിക്കുന്ന നിയമപ്രകാരം അങ്ങനെ ഒരു ആരോപണം വന്നിട്ടെങ്കിൽ ആരോപണ വിധേയനോട് ഇതിനെപ്പറ്റി അന്വേഷിച്ച ശേഷം മാത്രമേ അത് എയർ ചെയ്യാൻ പാടുന്നുണ്ട്, ഇങ്ങനെയുള്ള ആരോപണങ്ങൾ പറയുന്ന പക്ഷം. അല്ലാതെ എനിക്ക് പറയാനുള്ളത് കേൾക്കാതെ അതിനെപ്പറ്റി ഒന്നും അറിയാതെ വേറെ ഒരു ദുരുദ്ദേശത്തോടു കൂടി ചെയ്തിട്ടുണ്ട് എങ്കിൽ അതിന് നടപടി നോക്കാൻ പറ്റില്ല. നോക്കട്ടെ. ജംഷീർ കൊടിഞ്ഞി വിശദാംശങ്ങൾ നൽകും. ജംഷീർ, നിയമ നടപടിക്കൊരുങ്ങുന്നു ഡിവൈഎസ്പി. വാർത്ത എങ്ങനെ വന്നു എന്നാണ് അദ്ദേഹം സംശയിക്കുന്നത്, പറയുന്നത്? സൈഫു, തീർച്ചയായിട്ടും അദ്ദേഹം നേരത്തെ തന്നെ ഇക്കാര്യം പറഞ്ഞിരുന്നു. തനിക്കെതിരെ ഗൂഢാലോചന നടന്നിട്ടുണ്ട്. ഗൂഢാലോചനയുടെ ഭാഗമായിട്ടാണ് ഇത്തരത്തിൽ ഈ ചാനലിൽ ഈ വാർത്ത വന്നത് എന്നുള്ളത് അദ്ദേഹം വ്യക്തമാക്കിയിരുന്നു. എന്നാൽ ഇപ്പോൾ അദ്ദേഹം നിയമ നടപടികൾ സ്വീകരിക്കാൻ ഒരുങ്ങുന്നു എന്നുള്ളതാണ് ഇപ്പോൾ അദ്ദേഹം പറയുന്നത്. ഈ വാർത്ത 3 ദിവസത്തിനകം നീക്കം ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഇപ്പോൾ ചാനലിന് കത്ത് നൽകിയിട്ടുണ്ട്. ആ 3 ദിവസത്തിനകം ഈ വാർത്ത പിൻവലിച്ചില്ലെങ്കിൽ ബ്രോഡ്കാസ്റ്റിംഗ് കോർപ്പറേഷൻ, വാർത്താവിതരണ മന്ത്രാലയം എന്നിവിടങ്ങളിലടക്കം ആ പരാതി നൽകും എന്നുള്ളതാണ്. അതോടൊപ്പം തന്നെ ഈ വാർത്തയ്ക്ക് പിന്നിൽ ഒരു ഗൂഢാലോചന ഉണ്ട് എന്ന് താൻ നേരത്തെ തന്നെ പറഞ്ഞിരുന്നു. ഈ ഗൂഢാലോചന എന്താണെന്ന് കണ്ടെത്താനായിട്ട് ഡിജിപി, മുഖ്യമന്ത്രി എന്നിവർക്ക് പരാതി നൽകിയിട്ടുണ്ട്. ഈ ഗൂഢാലോചനയിൽ ആരൊക്കെ ഉള്ളത് എന്ന് ഞാൻ ഇപ്പോൾ പറയുന്നില്ല, പക്ഷേ അത് അന്വേഷണത്തിൽ കണ്ടെത്തേണ്ടതാണ് എന്നുള്ളതാണ്. ഇതിൽ ഗൂഢാലോചനയുണ്ട് എന്ന് കണ്ടെത്തിയാൽ ആ നിമിഷം ഇതുമായി ബന്ധപ്പെട്ട നിയമ നടപടികളുമായി മുന്നോട്ട് പോകും. സിവിലായും ക്രിമിനലായും കേസ് നൽകും എന്നുള്ളതാണ് അദ്ദേഹം പറയുന്നത്. നേരത്തെയും തനിക്കെതിരെ, അതായത് ഈ മുട്ടിൽ മരംമുറി കേസ് അന്വേഷിക്കുന്നതിൽ വിരോധം ആണ് ഇതിന് പിന്നിൽ എന്നുള്ളതാണ്. കാരണം ഈ മുട്ടിൽ മരംമുറി കേസിലെ മുഖാനികളായിട്ടുള്ള പ്രതികളും ആയിട്ടുള്ള ആളുകൾ ഈ ചാനലുമായി ബന്ധപ്പെട്ട ഉന്നത സ്ഥാനങ്ങളിൽ ഇരിക്കുന്നവരായതുകൊണ്ട് തന്നെ അവർ തനിക്കെതിരെ നിരന്തരമായി ഇത്തരത്തിൽ തന്നെ വേട്ടയാടുന്ന സമീപനം ഉണ്ടായിട്ടുണ്ട്. തന്നെ നേരത്തെയും സമാനമായ രീതിയിൽ വേട്ടയാടിയിരുന്നു. പല ഘട്ടത്തിലും ഇത് തനിക്ക് ബോധ്യപ്പെട്ടതാണെന്നുമാണ് ഇപ്പോൾ വി ബെന്നി പറയുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇതുമായി ബന്ധപ്പെട്ട് നിയമ നടപടിയുമായി മുന്നോട്ട് പോകുന്നത്. ഒരു സ്ത്രീ തനിക്കെതിരെ ആരോപണം ഉന്നയിക്കുമ്പോൾ അതിൽ ഒന്ന് വെരിഫിക്കേഷൻ ചെയ്യാനുള്ള മാന്യത പോലും കാണിക്കാതെ തന്നെ തനിക്കെതിരെ ഒരു കൃത്യമായ ഗൂഢാലോചന നടത്തിക്കൊണ്ടാണ് ഇപ്പോൾ ഈ വാർത്ത അവർ പുറത്തുവിട്ടത് എന്നാണ് അദ്ദേഹം പറയുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇതുമായി ബന്ധപ്പെട്ട് നിയമ നടപടികളുമായി മുന്നോട്ട് പോകുന്നത് എന്നാണ് ഇപ്പോൾ വി ബെന്നി അറിയിക്കുന്നത്.